Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 10-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ വേണ്ടത്? അത് നന്നായി റീഡ് ചെയ്യണം അല്ലേ? അത് റീഡ് ചെയ്ത് അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഒരു ക്ലൂ തന്നിട്ടുണ്ടാവുമല്ലോ, അതെന്താണെന്ന് കണ്ടെത്താം. പിന്നെ നമുക്ക് എന്താണോ കണ്ടെത്തേണ്ടത് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായാൽ മാത്സ് സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Look at these triangle made with dots. How many dots are there in each? Compute the number of dots needed to make the next 3 triangles. അതായത് ഡോട്ട്സ് യൂസ് ചെയ്ത് കുറച്ച് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ട്രയാങ്കിളിനും എത്ര ഡോട്ട്സ് ആണ് യൂസ് ചെയ്തത്, അതാണ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡോട്ട്സ് നമുക്ക് ആവശ്യമായി വരും, അതാണ് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കൂ, എത്ര ഡോട്ട്സ് ഉണ്ട് ഇതിൽ? 1 2 3 3 അല്ലേ? നെക്സ്റ്റ് ട്രയാങ്കിളിനോ 3 then 4 5 6 ഡോട്ട്സ്. നെക്സ്റ്റ് ട്രയാങ്കിളിൽ എത്ര ഡോട്ട്സ് ഉണ്ട് എണ്ണി നോക്കി എല്ലാവരും. 1 2 3 4 5 6 7 8 9 10 ഡോട്ട്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അതെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസിന് എത്ര ഡോട്ട്സ് ആവശ്യമായി വരും. ട്രയാങ്കിൾസ് ഒന്നും ഫോം ചെയ്യേണ്ട, എത്ര ഡോട്ട്സ് വേണമെന്ന് കണ്ടെത്തിയാൽ മതി. അതിനെന്താണ് ഒരു എളുപ്പ വഴി? ഈ ഒരു നമ്പേഴ്സ് നോക്കിയേ, ഇതിനെന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? ആ റിലേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ട്രയാങ്കിളിന് 3 ഡോട്ട്സ് യൂസ് ചെയ്തു. അടുത്ത ട്രയാങ്കിളിനോ ഇതേ സെയിം 3 തന്നെ ഇവിടെ യൂസ് ചെയ്തു. അതിൻ്റെ കൂടെ എത്ര കൂടി ആഡ് ചെയ്തു? 3 ഡോട്ട്സ് കൂടി ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ 3ൻ്റെ കൂടെ 3 ആഡ് ചെയ്തു, അങ്ങനെയാണ് 6 ഡോട്ട്സ് കിട്ടിയത്. നെക്സ്റ്റ് ട്രയാങ്കിളിനോ ഇതേ 6 തന്നെ ഇവിടെ യൂസ് ചെയ്തു. അതിൻ്റെ കൂടെ എത്ര ഡോട്ട്സ് കൂടി ആഡ് ചെയ്തു? യെസ്, 4 ഡോട്ട്സ് കൂടി ആഡ് ചെയ്തു. അങ്ങനെ 6 + 4 അതാണ് എന്ത് 10 കിട്ടിയത്. ഇനി അടുത്ത ട്രയാങ്കിൾ യൂസ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡോട്ട്സ് വേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 10 ഡോട്ട്സ് ഇതേ സെയിം ഡോട്ട്സ് വേണം. അതിൻ്റെ കൂടെ എത്ര കൂടി ആഡ് ചെയ്താൽ മതി? യെസ്, 5 ഡോട്ട്സ് കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 15 അല്ലേ? നെക്സ്റ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡോട്ട്സ് വേണ്ടി വരും? യെസ്, ഈ 15 ഡോട്ട്സിന്റെ കൂടെ എത്ര ഡോട്ട്സ് കൂടി ആഡ് ചെയ്യണം? ഇവിടെ നമ്മൾ എത്ര ആഡ് ചെയ്തു? 5 ആഡ് ചെയ്തു. അപ്പോൾ 15ന്റെ കൂടെ 6 ഡോട്ട്സ് ആഡ് ചെയ്താൽ മതി. എത്ര വരും? 15 + 6 21. നെക്സ്റ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡോട്ട്സ് ആഡ് ചെയ്യേണ്ടി വരും? ഇതേ 21 ഡോട്ട്സിന്റെ കൂടെ 7 ഡോട്ട്സ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 28. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write down the sequence of natural numbers leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ഫോം ചെയ്യണം. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന സീക്വൻസ് കൂടി ഫോം ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. അതിനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള നമ്പേഴ്സ് അല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം 3ന്റെ മൾട്ടിപ്പിൾസ് ആദ്യം എഴുതാം. ഏതാണ് 3ന്റെ മൾട്ടിപ്പിൾസ്? യെസ്, 3 then 6 3 1s are 3 3 2s are 6 then 9 then 12 etc. ഇതാണ് 3ന്റെ മൾട്ടിപ്പിൾസ്. ഇനി ഒന്ന് നോക്കേ, ഈ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. ചെയ്ത് നോക്കാം. 3 കൊണ്ട് 3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുക? യെസ്, 1 3s are 3 റിമൈൻഡർ 0 അല്ലേ? ഇതാണ് റിമൈൻഡർ 0 വരും. ഇനി 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 0 തന്നെയാണ് കിട്ടുക അല്ലേ? അതുപോലെ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 0 തന്നെയാണ് റിമൈൻഡർ.
പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് ആണ് നമുക്ക് വേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, ഇതിനോടുകൂടി 1 ആഡ് ചെയ്താൽ പോരെ? നോക്കൂ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. ഇതിൻ്റെ കൂടെ ഒരു 0 കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് റിമൈൻഡർ 1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ കൂടെ എന്ത് ചെയ്യാം? 1 ആഡ് ചെയ്യാം. നോക്കൂ, 0 + 1 എത്ര വരും? 1. 3 + 1 4. 6 + 1 7. 9 + 1 10. 12 + 1 13 etc. ഇനി നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. ഈ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിമൈൻഡർ 1 തന്നെയാണ് വരിക. ഓക്കെ, 4 / 3 ചെയ്ത് നോക്കിയേ. എത്രയാണ് റിമൈൻഡർ? 1 3s are 3. റിമൈൻഡർ 1 കിട്ടി. ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 കിട്ടും. മനസ്സിലായോ? ഏതാണ് സീക്വൻസ്? 1 4 7 etc. ഇനി നമുക്ക് എന്ത് വേണം? ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലേ. റിമൈൻഡർ 2 കിട്ടുന്ന സീക്വൻസ് കൂടി നമുക്ക് ഫോം ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി? റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ മൾട്ടിപ്പിൾസിന്റെ കൂടെ 1 ആഡ് ചെയ്തു. റിമൈൻഡർ 2 കിട്ടുന്ന സീക്വൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആലോചിച്ച് നോക്കി. 2 ആഡ് ചെയ്താൽ പോരെ? യെസ്. അപ്പം എന്ത് കിട്ടും? സീക്വൻസ് 0 + 2 2. Then 3 + 2 5. 6 + 2 8. 9 + 2 11 etc. ഇങ്ങനെ പോകും. മനസ്സിലായോ? ഇനി ഇപ്പോൾ ഇതെന്താ ഡിവൈഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് റിമൈൻഡർ 2 തന്നെ കിട്ടും. മനസ്സിലായോ എല്ലാവർക്കും? ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. മാത്സ് സിമ്പിളാണ്. അപ്പോൾ ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഈസി അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.